തിരുവല്ല വലിയ പ്രതിസന്ധിയിലാണ്. തിരുവല്ല അടുമ്പട കോളനി വെള്ളത്തിൽ മുങ്ങി എന്നതാണ് ഈ ദിവസം ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത്. പല വീടുകളുടെയും മുക്കാലോളം എന്ന് പറഞ്ഞാൽ ആ വീട് മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരെ അത്രയും ഉയരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. വീടുകളുടെ രണ്ടാം നിലയിൽ അഭയം തേടിയിരിക്കുകയാണ് പലരും. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാഴ്ചയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറണം എന്ന നിർദ്ദേശം ആവർത്തിച്ചുണ്ടെങ്കിലും നേരത്തെയും ദുരന്തകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അത്ര വേഗത്തിൽ എല്ലാവരെയും കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അസുഖബാധിതരുണ്ട്, പ്രായമുള്ളവരുണ്ട്. അതേസമയം വീട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന ആശുപത്രിയിൽ വീട്ടിൽ തന്നെ കഴിയാം, ദുരിതാശ്വാസ ക്യാമ്പിൽ പോയാൽ എങ്ങനെ അവിടെ കഴിയാൻ കഴിയും തുടങ്ങിയ ചിന്തയുള്ള ആളുകളുണ്ട്. വീടെല്ലാം നശിച്ചു പോവില്ലേ, ഈ വീട് ഉപേക്ഷിച്ച് എങ്ങനെ പോകും എന്ന ബന്ധനത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അതേസമയം ഈ മേഖലയിൽ അല്പം കടുത്ത പ്രതിസന്ധി രൂപപ്പെടുകയാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തവുമാണ്. ആ ദൃശ്യങ്ങൾ പൂർണ്ണമായി കാണുമ്പോൾ തന്നെ അതിൻ്റെ രണ്ടാമത്തെ നിലയിലേക്ക്, വീടുകളുടെയൊക്കെ രണ്ടാമത്തെ നിലയ്ക്ക് അടുത്തുവരെ പലയിടത്തും വെള്ളം ഉയർന്നു വരുന്നുണ്ട്. കടകൾ മുങ്ങിപ്പോയ സ്ഥിതിയിലാണ്. അരുൺ ശങ്കർ വിവരങ്ങളുമായുണ്ട്. അരുൺ, ഈ സ്ഥലത്ത്, ഈ അടുമ്പട എന്ന് പറയുന്ന സ്ഥലം എത്ര വീടുകളെയാണ് ഇത്രയും വലിയ പ്രതിസന്ധി വ്യാപിച്ചിരിക്കുന്നത്? മറ്റിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുമായി അമൽത്തേനം പറമ്പിലുണ്ട്, കോഴിക്കോട്ട് നിന്ന് രാഹുൽ കെ വി ഉണ്ട്, തിരുവല്ലയിൽ നിന്ന് രാഹുൽ ജി നാണ്ട്, റാന്നിയിൽ നിന്ന് നിതിൻ തോമസ് ഉണ്ട്, അരുൺ ശങ്കർ ഇപ്പോൾ നമുക്കൊപ്പം വിവരങ്ങളുമായുണ്ട്. ഒപ്പം കോട്ടയത്തെ സ്ഥിതി ചിലയിടങ്ങളിൽ വലിയ മോശമാണ്. അപ്പർ കുട്ടനാട് മേഖലയിലും ഒപ്പം കോട്ടയത്തിൻ്റെ പല മേഖലകളിലും, ആലപ്പുഴ, കോട്ടയം ആ ബെൽറ്റിൽ വലിയ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ഷിനോജിസ്റ്റി ഉൾപ്പെടെ നമുക്കൊപ്പം ചേർന്ന അരുണിലേക്കാണ്. അരുൺ, ഈ അടുമ്പട പ്രദേശത്ത് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര വീടുകൾ ഇങ്ങനെ പ്രതിസന്ധിയിലാണ്? ഈ വീടുകളിലെല്ലാം ആളുകളുണ്ടോ? ഇവർ എന്തുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുന്നില്ല? അല്ലെങ്കിൽ മാറ്റാൻ സംവിധാനമില്ലേ? അങ്ങനെ ഇടപെടൽ ഉണ്ടാകാതെ പോകുന്നുണ്ടോ? തിരുവല്ല തിരുമൂലപുരം അടുമ്പട കോളനിയിലാണ് 150-ലധികം വീടുകളാണ് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നത്. ഈ പ്രദേശത്തെ വീടുകളിലെ ഭൂരിഭാഗം ആളുകളും ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് വീടുകളിൽ ആളുകൾ ഇപ്പോഴും തുടരുകയാണ്. അവർ പറയുന്നത് അവിടെ കിടപ്പ് രോഗികളുണ്ട്, അവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ടാണ് വീടിന്റെ രണ്ടാമത്തെ നിലയിൽ കഴിയുന്നത് എന്നുള്ളതാണ്. അവിടെ കുട്ടികളും പ്രായമായവരും ഉണ്ട്, അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ള ആൾക്കാരുമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. വീടുകൾ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോയ അവസ്ഥയുണ്ട്. ഓട് മാത്രമാണ്, മേൽക്കൂര മാത്രമാണ് മുകളിൽ കാണാൻ കഴിയുന്നത്, വെള്ളത്തിന് മുകളിൽ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നട്ടിരിക്കുന്ന വാഴകളുടെ ഇലകൾ മാത്രമാണ് വെള്ളത്തിന് മുകളിലേക്ക് നിൽക്കുന്നത്. ബാക്കി തണ്ടുഭാഗം പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു എത്രത്തോളം ആഴത്തിലാണ് ആ വെള്ളം ഉയർന്നു കിടക്കുന്നത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവും. പല മരങ്ങളും പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടെ പല സ്ഥലങ്ങളിലും കിണറുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇവിടെ ഉള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. ചേട്ടാ, ഈ 150 കുടുംബങ്ങളോളം ഉണ്ട് ഇല്ലേ? 150-155 കുടുംബത്തോളം ഉണ്ട്. അവരാണ് ഇപ്പൊ ഇവിടെ നല്ലൊരു ക്യാമ്പിൽ പോയിട്ടുണ്ട്. അവരാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ മണിമലയാറിന്റെ അതൊരു മീന്തര പുഞ്ചയിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുവരുന്ന തോടാണ് വരാപ്പാലം തോട്. ഈ വരാപ്പാലം തോട്ടിന്റെ അവിടെ നിന്ന് വന്ന വെള്ളമാണ് കോട്ടത്തോട് വഴി, മുല്ലലിപ്പാലം വഴി, മഴവങ്ങാട് ചിറ വഴി കവർ ചെയ്ത് പോകേണ്ട കാര്യമാണ്. തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ ഒറ്റ കഴകത്തില്ലായ്മയാണ് ഈ ഇത്രയും പ്രശ്നങ്ങൾക്കും കാരണം. ഈ പാവങ്ങളെ തിരുവല്ല മുനിസിപ്പാലിറ്റിക്കാർ കുറച്ച് വസ്തു മേടിച്ച് അവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെ പാവങ്ങളെ കൊണ്ട് റെയിൽവേ പുറമ്പോക്കിന് കൊണ്ടുവന്ന് പാഴു കുട്ടച്ചന്റെ ഭൂമി സഹിതം എടുത്തു കൊടുത്തതാണ്. അല്ല, റെയിൽവേ സ്റ്റേഷന്റെ പുറമ്പോക്കി കിടന്ന ആൾക്കാരെ തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസിന്റെ ഒരു കൗൺസിലർ സഹിതമാണ് അവരെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചത്. ഇപ്പൊ ആ കൗൺസിലറുടെ കൈ ഒഴിഞ്ഞിരിക്കുകയാണ്. ഈ പാവങ്ങളെല്ലാം ഇവിടെ ഇത്ര അന്ധകാരത്തിലാക്കി അവരാണ് ഇപ്പൊ തിരുവല്ല മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്, കോൺഗ്രസ്. അവര് നിരൂപിച്ചു കഴിഞ്ഞാൽ ഈ കോട്ടത്തോട് ജീർണാവസ്ഥ പരിഹരിക്കാം. അവിടുത്തെ ചിറ പോലുണ്ട്, അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന വെള്ളം ഓവർഫ്ലോ ആയി മുല്ലത്തോട് വഴി പോകാനേ ഉള്ളൂ. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. എല്ലാ വർഷത്തെ അവസ്ഥയാണ്. എന്നാൽ ചോദിക്കും, ഇവിടെ തന്നെ പണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. വെള്ളം കയറി ഇറങ്ങി ഓവർഫ്ലോ മുട്ട അരേറ്റം വെള്ളം വന്നു കഴിഞ്ഞാൽ അന്ന് കയറുന്ന ആദ്യത്തെ ഒരു ദിവസത്തേ ഉള്ളൂ, പിറ്റേ ദിവസം വെള്ളം ഇറങ്ങി അങ്ങ് പോവായിരുന്നു. അങ്ങനെയായിരുന്നു അവിടുത്തെ ഇതാണ്. അപ്പം 2018 വെള്ളവും ഇത് സമാനമായിട്ട് ഉള്ള വെള്ളമായിരുന്നു. അപ്പൊ ഇത് നാട്ടുകാർ തന്നെ പറയുന്നത് ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പ്രളയമാണെന്നുള്ളത്. എന്താ ചേച്ചി പറഞ്ഞ? ആഴ്ചകളെടുക്കും. അങ്ങോട്ടേക്ക് അത് തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടല്ലേ? ആ വീട്ടിലെ ചേച്ചിയും അവിടുത്തെ ചേട്ടനും ഒരു കുഞ്ഞും അമ്മയും, പ്രായമായ ഒരു അമ്മയുണ്ട്. ആ 4 പേരും ആ വീടുകളിൽ കഴിയുകയാണ്. അവർക്ക് ആ ചേട്ടന് രോഗബാധിതനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ തുടരുന്നത്.
അവർ പറയുന്നത് ഇവിടെ താമസക്കാരാണ്, ഇത് ആഴ്ചകൾ എടുക്കും എന്നുള്ളതാണ്, ഒരാഴ്ചയെ കൂടുതൽ എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ വെള്ളം ഇറങ്ങിപ്പോകാൻ ഇനിയും സമയമെടുക്കും. പക്ഷേ ഈ വെള്ളം ഇറങ്ങിപ്പോയതിനു ശേഷമായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി വരാൻ പോകുന്നത്. കാരണം നമ്മുടെ ഈ 17 വാർഡിന്റെ കൗൺസിലർ അജീഷ് കുമാർ ഉൾപ്പെടെ ഈ ഇത്രയും ജനങ്ങളെയും കൊണ്ട് തിരുവല്ല മുനിസിപ്പാലിറ്റി ഉപരോധം ഏർപ്പെടുത്തി ഇതിനെതിരെ ഈ ചിറ പൊട്ടിച്ച് ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കണം ആവശ്യപ്പെട്ട്. പക്ഷെ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ അല്ല ഇവിടെ വരുമ്പോ ഇവിടെ വെള്ളമില്ല, അവരിപ്പോ ഇതുവരെ ഇവിടെ വന്നിട്ടുമില്ല. ഇവിടെ ഈ സ്പോട്ടിൽ വന്നിട്ടില്ല. ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് ക്യാമ്പിൽ വന്നോന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതം നേരിട്ട് കാണണ്ടേ? ഈ ദുരിതമാണ് എല്ലാ വർഷമുള്ള ദുരിതമാണ് ഇത്. ഈ എല്ലാ വർഷമുള്ള ദുരിതത്തിലാണ് ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്. ആരും വരുന്നില്ലേ? ആരും വന്നിട്ടില്ല. ഒന്നും ഭക്ഷണം കിട്ടിയോ? ഭക്ഷണം ആ ചേച്ചിയുടെ കയ്യിലൊരു കുഞ്ഞിരിപ്പുണ്ട്. പറയുന്നത് ഇവിടെ ഭക്ഷണം ഒന്നും കൊണ്ട് തന്നില്ലെന്നുള്ളതാണ്. അവർ ഇങ്ങനെ പരാതി പറയുന്നുണ്ട്. അവരായിട്ട് തന്നെ പറയാം. തിരുവല്ല അടുമ്പട മേഖലയിൽ നേരത്തെ മുതൽ വെള്ളപ്പൊക്കമുണ്ട്. ഇപ്പോൾ നേരത്തെ സംസാരിച്ചത് ഇതിന്റെ പ്രതികരണത്തിൽ തന്നെ ഉണ്ട് രണ്ട് ഭാഗങ്ങൾ. ഒന്ന്, രാഷ്ട്രീയമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെയുള്ള പ്രതിസന്ധിയാണ്, വെള്ളം ഇറങ്ങിപ്പോയാൻ കുറേ ദിവസം എടുക്കും, അതാണ് അവിടുത്തെ പതിവ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ വെള്ളം കയറുന്ന സ്ഥലമാണ് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളടക്കം കാണാം, സ്ത്രീകളെ ഉൾപ്പെടെ കാണാം, പ്രായമായവരെ കാണാം. എന്തുകൊണ്ടാണ് ഇവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാത്തത്? അതല്ല, ഇനി ഇങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ട് എന്നത് അധികൃതർ അറിയാതെ പോയതാണോ? അധികൃതർ അറിയാതെ പോയതല്ല. അധികൃതർ ഇവിടെ ഉള്ള ഭൂരിപക്ഷം ആളുകളെയും സമീപത്തെ സ്കൂൾ പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ 1-2 വീടുകളിലെ ആളുകൾ മാറിയിട്ടില്ല. അവർ പറയുന്ന അവരുടെ പ്രയാസമാണ്. കാരണം ഈ കാണുന്ന കുട്ടിയും അമ്മയും കാണുന്ന വീട്ടിലെ ചേട്ടൻ, മോളുടെ അച്ഛനാണെന്ന് തോന്നുന്നു, തളർന്നു കിടക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അതിനനുസരിച്ചുള്ള സൗകര്യം ഉണ്ടാകില്ല. ഈ ക്യാമ്പുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു സ്ഥലം, ഈ ആവശ്യം വേണ്ട ബെഡുകളും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ അങ്ങോട്ട് പോകാത്തത്. നമുക്ക് മറ്റൊരു വീട്ടിലെയും ദൃശ്യങ്ങൾ കാണാം. അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. അവിടെയും ഒരു വീട്ടിൽ 2ാമത്തെ നിലയിൽ ആളുകൾ നിൽക്കുകയാണ്. അവിടെയും ഒരു കിടപ്പ് രോഗി ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ കിടപ്പ് രോഗികളുള്ള 1-2 വീടുകളിലെ ആളുകൾ അവിടെ തന്നെ തുടരുകയാണ്. കാരണം മറ്റു സ്ഥലങ്ങളിലേക്ക് പോയാൽ അവർക്ക് അതിന് സൗകര്യം കിട്ടില്ല. പക്ഷെ അവർക്ക് ഇപ്പോഴും ഇവിടെ കറണ്ട് ഇല്ലാത്തൊരവസ്ഥയുണ്ട്. കുടിവെള്ളം കിട്ടുന്നില്ല. കാരണം ഈ പ്രദേശത്ത് കിണറുകളുണ്ട്. കിണറുകൾ ധാരാളമുള്ള സ്ഥലമാണ്. കിണറുകൾക്ക് ധാരാളമില്ലേ? കിണറുകൾ ധാരാളമില്ലേ? കുറഞ്ഞ ഒരു 100 കിണറിന് മേളിലുണ്ട് ഇവിടെ. അതെ, 100 കിണറുകൾക്ക് മുകളിൽ ഈ വീടുകളിലെല്ലാം കൂടെ ഉണ്ട്. പക്ഷെ ആ കിണറുകൾ മൊത്തം വെള്ളത്തിൽ മൂടപ്പെട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ കുടിവെള്ളം അവർക്ക് കിട്ടില്ല. പിന്നെ ഭക്ഷണം ചേച്ചി പറയുന്നത് അവിടെ ആരും ഭക്ഷണം കൊണ്ടുവന്ന് എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ചേട്ടൻ അവിടെ ബാൽക്കണിയിൽ അങ്ങനെ നിൽക്കുന്നത്. ആ ചേട്ടൻ്റെ ഫോൺ ചാർജ് തീർന്നെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരു പ്രതിസന്ധിയാണ്. അതായത് ഇപ്പോൾ ഒരു അടിയന്തര ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഒരു മെഡിസിനോ മരുന്നിനോ ഒക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പുറത്തുള്ളവരെ അറിയിക്കണം. പക്ഷെ അറിയിക്കാനായിട്ട് ഫോണിൽ ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ അതൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ 2 കുടുംബങ്ങളാണ് ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നത്. അത് അധികൃതർ ശ്രദ്ധയിൽ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. MLA ഉൾപ്പെടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുപ്രവർത്തകരുടെയും കൗൺസിലറിനോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് അവർ പറഞ്ഞ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അവർ ഇങ്ങോട്ട് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെന്നും അതോടൊപ്പം തന്നെ ആളുകൾ വന്നിട്ടില്ലെന്നുള്ളത്. അപ്പോൾ അവരുടെ കാര്യത്തിൽ ബന്ധപ്പെട്ട ശ്രദ്ധ പതിപ്പിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. കാരണം രോഗികളായതുകൊണ്ട് അവർക്ക് അടിയന്തര ശ്രദ്ധ വേണം. അതോടൊപ്പം തന്നെ കുഞ്ഞു കുട്ടികളും പ്രായമായവരുമുണ്ട്. അവർക്കാണ് ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ടത്. ഈ സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. പോകണമെങ്കിൽ വലിയ ബോട്ട് വേണം. ഈ ചെറിയൊരു വള്ളം ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ ആ വള്ളത്തിൽ കയറി പോകുക എന്നുള്ളത് വലിയ റിസ്ക് ആണ്. കാരണം ഈ ഒരാൾ പൊക്കത്തിന് മുകളിലേക്ക് വെള്ളം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വള്ളം എങ്ങാനും മറിഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും. അത് മറ്റൊരു ദുരന്തത്തിലേക്ക് പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു ഫയർഫോഴ്സുകാരോ അങ്ങനെയുള്ള ആളുകളൊക്കെ വന്ന് കൃത്യമായ മുന്നൊരുക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോയി അവർക്ക് കൃത്യമായ അവശ്യ വസ്തുക്കൾ എത്തിക്കാൻ കഴിയൂ. അത് ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പോൾ മഴ ഇങ്ങനെ തുടരുകയാണ്. മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ മഴയുണ്ടായിരുന്നു. രാവിലെ കുറച്ച് സമയത്തേക്ക് മഴ മാറി നിന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ പെയ്യുന്നുണ്ട്. സമയത്ത് പുഞ്ചപ്പാടമാണ്. ആ പുഞ്ചപ്പാടത്തു നിന്നും വെള്ളം ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടത്തോടെന്ന് പറയുന്നൊരു തോടുണ്ട്. ആ തോട് കരകവിഞ്ഞൊഴുകുകയാണ്. ആ തോട് ഈ ഒരു പ്രശ്നം പറയുന്നത് ഈ വെള്ളം കയറാൻ കാരണം ഈ കോട്ടത്തോടിൽ നിന്ന് വെള്ളം മുന്നോട്ട് ഒഴുകിപ്പോകണം. പക്ഷെ മുന്നോട്ട് പോകുന്നതോറും അവിടെ പല സ്ഥലങ്ങളിലായി തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ നഗരസഭ ഇടപെട്ട് നീക്കാത്തതാണ് ഈ ഒരു വലിയൊരു പ്രദേശം വെള്ളം. അതോടൊപ്പം തന്നെ ഈ ഒരു പട്ടികജാതി കുടുംബങ്ങൾക്ക്